ഹരേ കൃഷ്ണ. ഗൗരാംഗി കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയുന്ന ഓരോ വാക്കുകളും നാരായണ പാദത്തിൽ സമർപ്പിച്ച് പറയുന്നതെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചായി തീരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി പറഞ്ഞു തുടങ്ങട്ടെ. കൃഷ്ണബന്ധുക്കളെല്ലാം സുഖമായിട്ട് ഈശ്വരസ്മരണയോടുകൂടി സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു നല്ല കഥ കേട്ടാലോ? എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥ. ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്ന പല സത്യങ്ങളും. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ അവസ്ഥയിൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില പരമമായ സത്യങ്ങൾ, ചില സംശയങ്ങൾ, അത് വളർന്നു വലുതാവുമ്പോൾ നാം തിരിച്ചറിയുമ്പോഴും പാലിക്കാതെ പോകുന്നത് കൊണ്ടുള്ള വലിയ വലിയ ദോഷങ്ങൾ. ഒരു മനുഷ്യൻ എന്താവണമെന്ന് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്ന, എന്തായിത്തീരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ജനന മരണ ദുഃഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മുക്തി നേടുവാൻ സാധിക്കുക, അതിനുള്ള ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗമാണ് ഈ കഥയിലൂടെ പറയുന്നത്. ഇന്ന് പറയാൻ പോകുന്ന ഈ കഥ നിങ്ങളിൽ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം. കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ തന്നെയാണോ കേട്ടിരിക്കുന്നത്? ഇത്രയും വിശദമായിട്ട് ഈ രീതിയിലാണോ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞ അറിവുകൾ തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഞാനത് പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെയൊക്കെ ഉത്തരം. മറ്റെന്തെങ്കിലും മനോഹരമായ ഒരു വ്യാപ്തി, ഒരു അർത്ഥതലം നിങ്ങൾക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് പറയുന്ന കഥ ഖഡോപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. പണ്ട് വാജസ്രവസ് എന്ന് പറയുന്ന ഒരു മുനിശ്രേഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹം സദാ ഈശ്വരസ്മരണയിൽ മുഴുകി പൂജകളും തനിക്കറിയുന്ന അറിവുകളും എല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ജീവിക്കുന്ന ഒരു സാത്വിയായിട്ടുള്ള മുനിശ്രേഷ്ഠൻ. അദ്ദേഹത്തിന് ഒരേ ഒരു മകനായിരുന്നു നചികേതസ്. നചികേതസ് വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അച്ഛൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന അറിവുകളെല്ലാം കേട്ട് അവനും അതെല്ലാം നേടിയെടുക്കണമെന്നുള്ള വളരെയധികം ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്ന ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ തീരെ ചെറുതായിരുന്നപ്പോൾ തന്നെ അച്ഛനോട് തനിക്കും ഈ അറിവുകളെല്ലാം നേടണം, ഇതെല്ലാം പഠിച്ചെടുക്കണം എന്നുള്ള ആ ഇഷ്ടം അച്ഛനോട് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ ഈ ഓരോ കാര്യങ്ങളും ഓരോ പൂജാവിധികളും ഓരോ അറിവുകളും അച്ഛൻ മകന് വേണ്ടി പകർന്നു കൊടുക്കുകയും അതുപോലെ അവനെ നല്ല ഒരു ഗുരുവിൻ്റെ അടുത്ത് അയക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അത്രയും ചെറിയ ആ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൻ ഓരോരോ അറിവുകൾ ഇങ്ങനെ നേടുന്നുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ആ കൂട്ടുകാരുടെയൊക്കെ കൂടെ ഇങ്ങനെ കളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരിക്കൽ ഇങ്ങനെ കാണുകയാണ്, കുറേ പശുക്കൾ ഇങ്ങനെ പുല്ല് മേഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഒരു പശു മാത്രം ആകെ ക്ഷീണിച്ച് അവശതയായിട്ട് ഇങ്ങനെ മാറി, പുല്ല് പോലും ഒന്നും കഴിക്കാൻ വയ്യാത്ത, നടക്കാൻ വയ്യാതെ അത്രയും അവശതയിൽ മാറി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നചികേതസിന് ഒരു സംശയമാവും. അപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ്, ഇതെന്താ ഇങ്ങനെ ഈ പശുക്കളൊന്നും, ഈ പശു മാത്രം ഇങ്ങനെ മാറിക്കിടക്കുന്നത്, എന്തുകൊണ്ടാണ് അതൊന്നും ഭക്ഷണമൊന്നും കഴിക്കാതെ പുല്ലൊന്നും മേയാതെ ഇങ്ങനെ ക്ഷീണിച്ച് അവശതയായിട്ട് കിടക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കൂട്ടത്തിൽ മുതിർന്ന ഒരു കുട്ടി അവന് പറഞ്ഞു കൊടുക്കും, അതിന് ഒരുപാട് വയസ്സായി, അതിന് അത്രയും പ്രായമായതുകൊണ്ടാണ്, അതിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് ഇനി അത്രയും ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ഇനി അത് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോവും, പിന്നെ അതിൻ്റെ കാര്യം അതോടെ തീരും. ഇപ്പം അതിന് അത്രയും അവശതയായതുകൊണ്ട് അതിന് ഇനി പുല്ലൊന്നും മേയാനായിട്ട് പറ്റാതെ ആയിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ നചികേതസിന് സംശയം തോന്നുകയാണ് വീണ്ടും. വയസ്സായാൽ എല്ലാവരും ഇതുപോലെയാവുമോ എന്നുള്ള ഒരു സംശയം തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ നചികേതസിൻ്റെ വീട്ടിലെ നചികേതസിന് എപ്പോഴും നചികേതസിൻ്റെ അടുത്ത് വരുന്ന ഒരു മാൻകുട്ടിയുണ്ട്. അപ്പോൾ ഈ മാൻകുട്ടിക്ക് നചികേതസ് എന്നും ഇങ്ങനെ പുല്ലും ഭക്ഷണം ഇതൊക്കെ കൊടുക്കും. അപ്പം നചികേതസിനോട് അത്രയും സ്നേഹമാണ്. ഒരു ദിവസം പെട്ടെന്ന് ഈ മാൻകുട്ടിയും ഇതുപോലെ അവശതയായിട്ട് ഇങ്ങനെ ചത്തുപോവാണ്.
അപ്പോൾ നജികേതസിൻ്റെ കൂട്ടുകാരിങ്ങനെ പറയും, ആ മാൻകുട്ടി ഇവനിങ്ങനെ സങ്കടത്തോടു കൂടി അതിനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് എന്താ പറ്റിയെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടുകാർ പറയും അത് ചത്തുപോയി, അത് എൻ്റെ ജീവൻ പോയി എന്ന് പറയും. അപ്പോൾ നജികേതസിൻ്റെ സങ്കടം കാണുമ്പോൾ കൂട്ടത്തിലൊരു കുട്ടി പറയും, ഇനി ഈ മാൻകുട്ടി സ്വർഗത്തിൽ പൊക്കോളും എന്ന് പറയും, നീ വിഷമിക്കേണ്ട, അത് സ്വർഗത്തിൽ പോവും. അപ്പം നജികേതസിൻ്റെ മനസ്സിൽ കുറേ സംശയങ്ങൾ. ഇന്നാളൊരു പശുക്കുട്ടി ഇതുപോലെ ക്ഷീണിച്ച അവശതയായപ്പോൾ അതിന് വയസ്സായി, ഇനി അത് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ എൻ്റെ മാൻകുട്ടിയും ചത്തുപോയിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയം തോന്നണം. അപ്പോൾ കുട്ടിക്ക് തോന്നും, എന്താണ് ശരിക്ക് ഈ മരിച്ചു പോവുക അല്ലെങ്കിൽ ചത്തു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പശുക്കുട്ടിക്ക് ക്ഷീണം ഉണ്ടാവില്ല, മാൻകുട്ടി അവിടെ വളരെ ഹാപ്പി ആയിരിക്കും, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വർഗത്തിൽ വളരെ സുഖമാണ്, അവർക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുകളും ക്ഷീണവും ഒന്നും ഉണ്ടാവില്ല, അത്ര നല്ല സ്ഥലമാണ് സ്വർഗം എന്നൊക്കെ ഈ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ശരിക്ക്, എവിടെയാണ് ശരിക്കും സ്വർഗം ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ ശരിക്കും ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ആ നജികേതസ് എന്ന് പറയുന്ന കൊച്ചു കുട്ടിയുടെ മനസ്സിലുണ്ടാവുകയാണ്. ആ നിഷ്കളങ്കമായ മനസ്സിൽ ഉണ്ടാവുന്ന കുറേ സംശയങ്ങളാണ് ആദ്യമായിട്ട് കേൾക്കുകയും കാണുകയും തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അറിയുന്ന കുറേ കാര്യങ്ങളിലൂടെ അവൻ്റെ മനസ്സിൽ തോന്നുന്ന കുറേ സംശയങ്ങളാണ്. അവൻ ഈ സംശയങ്ങളെല്ലാം അവൻ്റെ ഗുരുവിനോട് പോയി ചോദിക്കും. മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന്. അപ്പോൾ കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ ഗുരു പറയും, അതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളൊന്നും എനിക്കും അറിയില്ല, ഞാനും അത് തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അതിനെക്കുറിച്ചിട്ടൊന്നുമുള്ള ഉത്തരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഗുരു പറയും, അവൻ്റെ അച്ഛൻ ഒരു വലിയ യാഗം നടത്തുന്നുണ്ട്, അവൻ്റെ അച്ഛനുള്ള എല്ലാം ആ യാഗം നടത്തുമ്പോൾ സർവ്വതും ത്യജിക്കും, അതുപോലെ സർവ്വതും ആ യാഗത്തിൽ ദാനം ചെയ്യും. അത്രയും വലിയ മഹത്വം ഏറിയ ഒരു ദാനമാണ് അവൻ്റെ അച്ഛൻ ചെയ്യാൻ പോകുന്നത്. വിശ്വജിത്ത് എന്ന് പറയുന്ന മഹായാഗമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നജികേതസിനെ കൂടി ആ യാഗത്തിൽ പങ്കുചേരാനായിട്ട് അവിടെ ചെല്ലണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഉടനെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഗുരു പറയുകയാണ്. അപ്പോൾ ആ യാഗത്തിൽ എന്തെല്ലാം നമുക്കുണ്ടോ, നമുക്കുള്ള എല്ലാ നന്മയുള്ളതും എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ വാല്യുബിളായിട്ടുള്ള ഏറ്റവും വില കൂടിയ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ ദാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ യാഗത്തിൻ്റെ പ്രത്യേകത. എല്ലാം സർവ്വ ഐശ്വര്യങ്ങളും ദാനം ചെയ്യുക, അതാണ് അതിൻ്റെ ആ യാഗത്തിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ യാഗം തുടങ്ങി കഴിയുമ്പോഴാണ് നജികേതസും അവിടെ എത്തുന്നത്. അപ്പോൾ യാഗം ഗംഭീരമായിട്ട് നടക്കുകയാണ്. അപ്പോൾ നജികേതസ് അവിടെ ചെല്ലുന്ന യാഗത്തിലൊക്കെ പങ്കെടുക്കും, അച്ഛനോടൊപ്പം ആ യാഗത്തിലെല്ലാം കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ നോക്കുമ്പോൾ ഈ യാഗം കഴിയുമ്പോൾ അച്ഛൻ ഓരോ പശുക്കളെയെല്ലാം ദാനം ചെയ്യുന്നു. അപ്പം നജികേതസ് നോക്കുമ്പോൾ തീരെ അവശതയായിട്ടിരിക്കുന്ന, ആകെ ഒന്നിനും ഒരു ആരോഗ്യവുമില്ലാത്ത തരത്തിലുള്ള പശുക്കളെയും ഒക്കെയാണ് അച്ഛൻ ദാനം ചെയ്യുന്നത്. അപ്പം നജികേതസിന് പെട്ടെന്ന് മനസ്സിലാവും, ഈ പശുക്കളെ ഒന്നും ദാനം ചെയ്തിട്ട് ആ വാങ്ങിക്കൊണ്ട് പോകുന്നവർക്ക് ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ ഗുരുകുലത്തിലെല്ലാം പോയി ചെറുപ്പം തൊട്ടേ കുഞ്ഞ് നല്ല നല്ല അറിവുകളെല്ലാം നേടുന്നുണ്ട്. അത്രയും ജ്ഞാനിയാണ് അവൻ, അത്രയും വിവേകിയായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവനിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തൻ്റെ അച്ഛൻ ചെയ്യുന്നത് തെറ്റാണ്. ഇങ്ങനെയുള്ള പശുക്കളെ ഒന്നും ദാനം ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. മാത്രമല്ല സ്വർഗം പോയിട്ട് അദ്ദേഹത്തിന് അത്രയും തീവ്രമായിട്ടുള്ള ശിക്ഷയായിരിക്കും കിട്ടാൻ പോകുന്നത് ഇതുപോലെയുള്ള ദാനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി ഓർക്കുകയാണ്. കാരണം ഗുരു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടത്, ഏറ്റവും നല്ലതാണ്, ഏറ്റവും സൗഭാഗ്യമായിട്ടുള്ളതാണ് ദാനം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ യാഗത്തിൽ. അപ്പോൾ എന്നിട്ട് അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് തെറ്റാണല്ലോ, തൻ്റെ അച്ഛനായിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു ഈശ്വരകോപം ഉണ്ടാവുക. ഇതിന് പരിഹാരമായിട്ട് അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അച്ഛൻ്റെ മകൻ ഞാൻ, നജികേതസ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ ദാനം ചെയ്യുമോ, എന്നെ ആർക്കാണ് ദാനം ചെയ്യുക എന്ന് അച്ഛനോട് ചോദിക്കാം. അപ്പോൾ എന്നെ ദാനം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അച്ഛന് കിട്ടാനിരിക്കുന്ന ശിക്ഷകളെല്ലാം കുറയും.
അച്ഛൻ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയിലൂടെ അറിയാതെ പോലും അച്ഛന് ഒരു ദോഷം സംഭവിക്കരുത് എന്ന് ആ മകൻ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ പും എന്ന് പറയുന്ന ആ നരകത്തിൽ നിന്ന് അച്ഛനെ ത്രാണനം ചെയ്യുക, രക്ഷിക്കുന്നവനാണ് പുത്രൻ. അപ്പോൾ തൻ്റെ അച്ഛൻ എന്ത് ആപത്ത് വന്നാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്നവനായിരിക്കണം പുത്രൻ എന്നുള്ള ബോധ്യം ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉണ്ട്. അപ്പോൾ അവൻ അങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ആ വിചാരത്തോടു കൂടി തന്നെ അവൻ ഓടിച്ചെന്ന് അവൻ്റെ അച്ഛനോട് ചോദിക്കും, അച്ഛാ, ഈ യാഗത്തിൽ, ഈ വിശ്വജിത്ത് എന്ന മഹായാഗത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം ദാനം ചെയ്യണമെന്നല്ലേ? അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള ഈ എന്നെ അച്ഛൻ ആർക്കാണ് ദാനം ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് നചികേതസ്. അപ്പോൾ വജസ്രവസ് അദ്ദേഹത്തിന് ഈ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെടില്ല. അദ്ദേഹം ഒന്നും കേൾക്കാത്തതുപോലെ ഇരിക്കുകയാണ്. പക്ഷേ നചികേതസ് വീണ്ടും വീണ്ടും അച്ഛനോട് ചോദിക്കും, അച്ഛാ, എന്നെ ആർക്കാണ് അച്ഛൻ ദാനം ചെയ്യാൻ പോകുന്നത്? എന്നെ ദാനം ചെയ്തില്ലല്ലോ, എന്നെ ആർക്കാണ് അച്ഛൻ ദാനം ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ 2-3 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ ആദ്യമൊക്കെ കേൾക്കാത്ത പോലെ ഇരിക്കും. ഒരു കൊച്ചുകുട്ടിയുടെ ഒരു പൊട്ട ചോദ്യമായിട്ട് കരുതിയിട്ട് ആദ്യം കേൾക്കാത്തതുപോലെ അദ്ദേഹം ഇരിക്കും. പക്ഷേ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏതൊരച്ഛനമ്മമാരും ചെയ്യുന്നത് പോലെ തന്നെ ആ വജസ്രവസ് അദ്ദേഹം വളരെ കുപിതനായിട്ട് പറയും, നിന്നെ ഞാൻ യമദേവനാണ് കൊടുക്കാൻ പോകുന്നത്, മരണത്തിൻ്റെ ദേവനാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് വളരെ ശൗര്യത്തോടു കൂടിയിട്ട് ആ ഒരു അനാവശ്യമായ സ്ഥലത്ത് കയറി മുതിർന്നവരോട് കയറി ഇടപെട്ട് കൊച്ചുകുട്ടികൾ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ദേഷ്യം, ആ ഒരു ക്രോധത്തിൽ ആവശ്യമില്ലാത്ത തന്നെ ഒരു അപമാനിക്കൽ കൂടിയാണ് ഇതല്ലേ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ആവശ്യമില്ലാത്തടത്ത് കയറി ഒരു ചോദ്യം ചോദിച്ച് തന്നെ അപമാനിക്കുക കൂടിയാണ്. ഈ രീതിയിലൊക്കെയാണ് വജസ്രവസ് മനസ്സിൽ ചിന്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കുപിതനായിട്ട് അദ്ദേഹം പറയും, നിന്നെ യമദേവനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്ന് പറയും. പക്ഷേ എല്ലാ അച്ഛനമ്മമാരെ പോലെയും തന്നെ വജസ്രവസിനും പെട്ടെന്നുണ്ടായ ആ ഒരു നിമിഷത്തെ കോപം കൊണ്ട് അറിയാണ്ട് അങ്ങനെ വായിൽ നിന്ന് വീണുപോയെങ്കിലും അദ്ദേഹത്തിന് പെട്ടെന്ന് സങ്കടമാവുകയാണ്. എന്ത് കാര്യമാണല്ലേ പറഞ്ഞത്, മരണത്തിന് കൊടുക്കും തൻ്റെ മകനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം തൻ്റെ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, നീ എന്നോട് ക്ഷമിക്കുക, നിന്നോട് ഞാനൊരു നിമിഷത്തെ കോപം കൊണ്ട് പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കുക എന്ന് പറയും. വജസ്രവസ് അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും, ഇല്ല, വാക്ക് സത്യമാണ്, അത് പാലിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് പറയും, ഞാൻ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ യമദേവനെ കാണുവാനായിട്ട് പോവുകയാണ്, അച്ഛൻ്റെ ആ ആഗ്രഹം പോലെ തന്നെ അത് സംഭവിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വജസ്രവസ് നചികേതസ് അച്ഛൻ്റെ അടുത്തുനിന്ന് യമലോകത്തേക്ക് യമദേവനെ കാണുവാനായിട്ട് പോവുകയാണ്. ആ മുനിശ്രേഷ്ഠന് തൻ്റെ വായിൽ നിന്ന് വീണുപോയ ആ വാക്ക് തനിക്ക് താങ്ങാവുന്നതിലും ഏറെയുള്ള ഒരു വേദനയാണ് നൽകിയത്. പക്ഷേ ഏത് കാര്യത്തിനും ഈശ്വര നിശ്ചയമായിട്ട് ഒന്നുണ്ട്. ഭഗവാൻ അറിയാതെ ഒന്നും നടക്കുകയില്ല. എല്ലാത്തിനും പിന്നിൽ ആ ഈശ്വര ചൈതന്യം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്നിനു വേണ്ടി മാത്രമേ ഓരോ സങ്കടങ്ങളും ഉണ്ടാവുകയുള്ളൂ അല്ലേ. അപ്പോൾ നചികേതസ് അങ്ങനെ യമലോകത്തെത്തും. യമലോകത്തെത്തി കഴിയുമ്പോൾ യമദേവനെ അവിടെ ഒന്നും കാണുകയില്ല. കുറേ സമയം അവിടെ നിൽക്കും. അപ്പോൾ ആ ദേവൻ്റെ അവിടെ ആ യമലോകത്ത് അതിനകത്തോട്ട് പ്രവേശിക്കാനാവാതെ നിൽക്കുകയാണ്. അപ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നചികേതസ് 3 ദിവസത്തോളം അവിടെ നിൽക്കേണ്ട വന്നു എന്നാണ് പറയുന്നത്. അതായത് യമലോകത്തേക്ക് കടക്കാനാവാതെ വാതിൽക്കൽ 3 യമദേവനെ കാണാൻ സാധിക്കാതെ 3 ദിവസത്തോളം ജലപാനമില്ലാതെ വെള്ളം പോലും കുടിക്കാതെ അവിടെ കാത്തു നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മറ്റൊരു തരത്തിലും പറയുന്നുണ്ട് കഥയിൽ, ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് നചികേതസ് അവിടെ ചെന്നപ്പോൾ യമദേവന്റെ കാവൽക്കാര് ഈ നചികേതസിനോട് തിരിച്ചു പോയിക്കോളാൻ ആവശ്യപ്പെട്ടു. കാരണം യമദേവൻ ഇവിടെ ഇല്ല, തിരിച്ചു പോയിക്കോളാനായിട്ട് പറഞ്ഞു. എന്നിട്ടും നചികേതസ് ആ മനോധൈര്യത്തോടു കൂടിയിട്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടേ മടങ്ങൂ എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അവിടെ കാത്തു നിന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ഉറച്ച വിശ്വാസം എന്തു തന്നെയാണെങ്കിലും ഈ കഥയിൽ പറയുന്നുണ്ട്. കാരണം അത്രയും ഉറച്ച ആ ഒരു കൊച്ചു ബാലനിൽ അത്രയും ഉറച്ച മനസ്സോടുകൂടി താൻ വന്ന കാര്യം നേടിയിട്ടേ പോകൂ എന്ന ഉറച്ച മനസ്സോടു കൂടിയിട്ടാണ് നചികേതസ് വന്നിരിക്കുന്നത്, ആ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട്. അപ്പോൾ നചികേതസ് ക്ഷമയോടുകൂടി 3 ദിവസം അവിടെ ജലപാനമില്ലാതെ യമദേവന് വേണ്ടി കാത്തുനിന്നു.
അങ്ങനെ അതിനുശേഷം യമദേവൻ ഈ നചികേതസിനെ കാണുകയും കണ്ടു കഴിയുമ്പോൾ ബ്രാഹ്മണനായിട്ടുള്ള ആ കൊച്ചു ബാലൻ തൻ്റെ ഏറ്റവും ധർമ്മദേവനായിട്ടാണ് പറയുന്നത്. ധർമ്മങ്ങളെ ഏറ്റവും ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുന്ന ദേവനാണ് യമദേവൻ. അപ്പോൾ അങ്ങനെയുള്ള യമദേവൻ്റെ വാതിൽക്കൽ വന്ന് ഒട്ടും സ്വീകരിക്കപ്പെടാതെ ആരും ശ്രദ്ധിക്കപ്പെടാതെ അവിടെ നിന്നു എന്ന് പറയുന്നത് യമദേവനെ സംബന്ധിച്ച് വലിയ ഒരു സങ്കടമായി. അപ്പോൾ അദ്ദേഹം തന്നെ അതിനോട് നചികേതസിനോട് മാപ്പ് പറഞ്ഞിട്ട് പറയാണ്, നീ ഈ 3 ദിവസവും നീ എന്നാൽ സ്വീകരിക്കപ്പെടാതെ വേണ്ട വിധത്തിൽ നിന്നെ അങ്ങനെ സ്വീകരിക്കാതെ ആ പുറത്ത് നിർത്തിയത് കൊണ്ട് തന്നെ നിനക്ക് വേണ്ട 3 വരങ്ങൾ നീ എന്നോട് ചോദിച്ചോളൂ അതിന് പകരമായിട്ടെന്ന് പറയും. തൻ്റെ അതിഥിയായിട്ട് വന്നിട്ട് അപമാനിച്ചു എന്നൊരു തോന്നലാണ് യമദേവൻ ഉണ്ടായത്. അപ്പോൾ യമദേവൻ കൊച്ചുകുട്ടിയല്ലേ, അപ്പോൾ ഒരു 3 വരം നീ എന്നോട് ചോദിക്കാൻ പറയാണ്. അപ്പോൾ നചികേതസ് സന്തോഷത്തോടു കൂടി യമദേവൻ്റെ അടുത്ത് പറയും, എൻ്റെ അച്ഛൻ ഇപ്പോൾ വളരെ ദുഃഖിതനായിരിക്കും, പക്ഷേ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ ഒരു ദേഷ്യവും ദുഃഖമോ ഒന്നുമില്ലാതെ തന്നെ സന്തോഷത്തോടെ എൻ്റെ അച്ഛനെ എന്നെ സ്വീകരിക്കാനായിട്ട് സാധിക്കണം എന്ന് പറയുകയാണ്. അപ്പം അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ചിട്ടാണ്, എന്നാൽ ആ വാക്ക് ആദ്യം പറഞ്ഞു പോയ വാക്ക് സത്യമാക്കാനാണ് നചികേതസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ആദ്യം ചോദിക്കുന്ന വരം തന്നെ എൻ്റെ അച്ഛൻ പൂർണ്ണമായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് എന്നോട് ഒരു ദേഷ്യവും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി എൻ്റെ അച്ഛന് എന്നെ സ്വീകരിക്കുവാനും അച്ഛന് സമാധാനമായിട്ട് ഉറങ്ങുവാനും ശാന്തമായിട്ടിരിക്കുവാനും സാധിക്കണം എന്ന് പറയുകയാണ് നചികേതസ് യമദേവൻ്റെ അടുത്ത്. അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് യമദേവൻ ആ കൊച്ചുകുട്ടിയുടെ ആ ആഗ്രഹം അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറയും. ഇനി നീ 2ാമത്തെ വരം ചോദിച്ചോളാനായിട്ട് പറയുമ്പോൾ ആ നചികേതസ് ചോദിക്കും, സ്വർഗത്തിൽ വിശപ്പോ ദാഹമോ ഒന്നുമില്ല, ദുഃഖങ്ങളും രോഗങ്ങളോ ഇല്ല, ജരാനരകളില്ല, സങ്കടങ്ങളില്ല. ഇതൊക്കെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവരും സ്വർഗത്തിൽ സുഖം മാത്രം അനുഭവിച്ചു കഴിയുന്നു. എങ്ങനെയാണ് ഈ ഇത്രയും സുഖകരമായിട്ടുള്ള ജീവിതം നൽകുന്ന ഈ സ്വർഗത്തിൽ എത്തിച്ചേരുക? അതിന് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എനിക്ക് കൂടി പഠിപ്പിച്ചു തരിക എന്ന് നചികേതസ് ചോദിക്കുകയാണ്. അപ്പോൾ യമദേവൻ പറയും, അത് തീർച്ചയായിട്ടും നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള അഗ്നിവിദ്യ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. മാത്രമല്ല, ഇന്നു മുതൽ ഈ അഗ്നിവിദ്യ നിന്റെ പേരിൽ അറിയപ്പെടും എന്നുകൂടി പറയുകയാണ് അദ്ദേഹം. സ്വർഗധായിനി അഗ്നിവിദ്യ ഇന്നു മുതൽ നചികേത അഗ്നി എന്ന പേരിൽ അറിയപ്പെടും എന്ന് അദ്ദേഹം പറയും. ഈ നചികേതാഗ്നി എന്ന് പറയുന്ന ഈ സ്വർഗം നേടുവാനുള്ള ഈ യജ്ഞം ശരിക്കു പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നതും അതുപോലെ കാലസർപ്പദോഷം ഉള്ളവരും മാറാവ്യാധികളൊക്കെ ഉള്ള കൊച്ചു കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് നടത്തുന്നത് നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ യമദേവൻ 2ാമത്തെ അനുഗ്രഹവും നചികേതസിന് കൊടുത്തിരിക്കുകയാണ്. ഇനി ഒരു വരം കൂടി ഉണ്ടല്ലേ. ഇപ്പോൾ നചികേതസിൻ്റെ അടുത്ത് യമദേവൻ ചോദിക്കും, ഇനി നീ 3ാമത്തെ വരവും ചോദിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഈ കഥ ഇങ്ങനെ കേട്ടു പോകുമ്പോൾ വെറുതെ കേട്ടു പോവാതെ ഒന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം നമ്മളോടാണ് വരുന്നതെങ്കിൽ നമ്മളൊക്കെ എന്തായിരിക്കും ആവശ്യപ്പെടുക എന്ന്. അപ്പോഴാണ് നമുക്ക് ആ ഒരു കഥയിലെ ആ വിവേകിയായിട്ടുള്ള കുട്ടിയുടെ ചോദ്യവുമായിട്ട് നമ്മളെ സ്വയം ഒന്ന് വിലയിരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നചികേതസ് ചോദിച്ച 3ാമത്തെ ചോദ്യം ഇതാണ്, മരണശേഷം ജീവിതമുണ്ടോ? മരണാനന്തരം എല്ലാം അവസാനിക്കുമോ? എന്താണ് ഇതിന് പിന്നിലുള്ള സത്യം? പലരും പറയുന്നുണ്ട് മരണശേഷം ജീവിക്കും, അല്ലെങ്കിൽ മരണശേഷം മറ്റൊരു ജന്മമുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞ് തന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ്? മരണശേഷം ശരിയായിട്ട് മനുഷ്യൻ പുനർജനിക്കുമോ, അല്ലെങ്കിൽ ജീവിതമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള സത്യം എന്ന് പറഞ്ഞു തരുമെന്ന് നചികേതസ് ചോദിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ ചോദ്യം കേട്ടപ്പോൾ യമദേവൻ ആകെ ഒന്ന് കഷ്ടത്തിലായി. കാരണം ഒരു കൊച്ചുകുട്ടി ഇതുപോലെ ഒരാവശ്യം ചോദിക്കുമെന്ന് അദ്ദേഹം ഒട്ടും വിചാരിച്ചിരുന്നില്ല.
അപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ചപലമായിട്ടുള്ള ചോദ്യമായിട്ട് അതിനെ തള്ളിക്കളയാനായിട്ട് ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം പറയും, നീ മരണത്തിൻ്റെ രഹസ്യം അറിയാൻ ശ്രമിക്കാതെ മറ്റെന്തെങ്കിലും ചോദിക്കൂ. ഇത് ദേവന്മാർക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം അവർക്ക് പോലും വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് നീ മറ്റെന്തെങ്കിലും ചോദിക്കൂ എന്ന് പറയും. അപ്പോൾ നചികേതസ് പറയും, ഞാൻ മറ്റെന്താണ് ചോദിക്കുക? ലൗകികമായ ഒരു കാര്യത്തിനും എനിക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു സുഖങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം അതെല്ലാം എന്ത് തന്നെ തന്നാലും എന്ത് തന്നെ എനിക്ക് ലഭിച്ചാലും അതൊക്കെ ഇല്ലാതാവുക തന്നെ ചെയ്യും. അപ്പോൾ എനിക്ക് ഒരിക്കലും നശിക്കാത്ത ആ ഒരു മരണശേഷം എന്താണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു സത്യത്തെ അറിയാനാണ് എനിക്ക് താല്പര്യം. മറ്റ് അങ്ങ് എന്ത് തന്നാലും അതൊക്കെ എന്നിൽ നിന്ന് ഇല്ലാതെയായി പോവില്ലേ ഈ മരണത്തോടുകൂടി? അപ്പോൾ അതാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയുന്ന നചികേതസ്. ആ മഹാരഹസ്യം മാത്രം അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാൽ മതി എന്ന് പറയുകയാണ് നചികേതസ്. അപ്പോൾ യമദേവന് വീണ്ടും ഇത്രയുള്ള ഒരു കുട്ടിയോട് എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക? അപ്പോൾ യമദേവൻ വിചാരിക്കും, എന്തായാലും ഇത്രയും വലിയ ഒരു രഹസ്യം അങ്ങനെ വെറുതെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഇവനെ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് കരുതിയിട്ട് യമദേവൻ ഈ നചികേതസിനോട് പലതും പറയും. നിനക്ക് അത് തരാം, ഇത് തരാം, ആ സുഖം തരാം, നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരാം എന്നൊക്കെ പറയും. ഓരോന്ന് എടുത്തെടുത്ത് പറയുമ്പോഴും നചികേതസ് പറയും, എനിക്കിതൊന്നും വേണ്ട, ആ മഹാസത്യം മാത്രം എനിക്ക് അങ്ങ് പറഞ്ഞു തന്നാൽ മതി, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒരു സുഖങ്ങളോടും എനിക്ക് താല്പര്യമില്ല, വേറെ ഒന്നും എനിക്ക് നേടുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നചികേതസ് ആഗ്രഹിച്ചത്, പറഞ്ഞത് അവിടെ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. നചികേതസിൻ്റെ ആ ദൃഢത, ആ ഉറച്ച ആ ഒരു നേടുവാനുള്ള, ജ്ഞാനത്തെ നേടുവാനുള്ള ആ ഒരു ദൃഢനിശ്ചയം, അത് നമ്മളെല്ലാവരും നേടിയെടുക്കേണ്ടതാണ്. നമുക്കൊക്കെ പലപ്പോഴും ഇല്ലാതെ പോകുന്നത്, നമ്മളെല്ലാം മറ്റു പലതിനും വേണ്ടി വേണ്ട എന്ന് വെക്കുന്നതും ആ ഒരു ഉറച്ച തീരുമാനമാണ്. അപ്പോൾ നചികേതസിൻ്റെ തുടക്കം തൊട്ടേ നമ്മളത് കാണുന്നുണ്ട്. 3 ദിവസമാണ് താൻ നിശ്ചയിച്ച ആ തീരുമാനത്തിൽ നിന്ന് മാറാതെ വെള്ളം പോലും ഉപേക്ഷിച്ചിട്ട് യമദേവന് വേണ്ടി ക്ഷമയോടെ കാത്തു നിന്നതാണ്. ഇന്നത്തെ കുട്ടികൾക്കൊന്നുമില്ലാത്ത ഒരു ക്വാളിറ്റിയാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്, അല്ലേ? അവർ വിചാരിക്കുന്ന കാര്യം വിചാരിച്ച സമയത്ത് കിട്ടണം, ആ സ്പോട്ടിൽ കിട്ടണം. ഒന്നിനും വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമ ഇന്നത്തെ കുട്ടികൾക്കൊന്നും കാണാറേയില്ല. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതാണ്. അത്രയും ദൃഢമായിട്ടുള്ള ആ ഒരു ഉറച്ച തീരുമാനം, ശരിയായ ജ്ഞാനം നേടുവാനായിട്ടുള്ള ഉറച്ച തീരുമാനം. അപ്പോൾ യമദേവൻ അങ്ങനെ നിവർത്തിയില്ലാതെ പറഞ്ഞു കൊടുക്കുകയാണ് നചികേതസിന്. മനുഷ്യരുടെ മുന്നിൽ 2 വഴികളാണുള്ളത്. ആത്മജ്ഞാനം നേടാനുള്ള, ആ ആത്മബോധം നേടുവാനുള്ള ഒരു വഴിയും, പിന്നെ ലൗകികമായ ജീവിതത്തിൻ്റെതാണ് മറ്റൊരു വഴി. അപ്പോൾ ശരിയായ വഴി ആണ് തിരഞ്ഞെടുക്കാൻ ഉള്ളത്, നമ്മുടെ നിശ്ചയമാണത്. ജ്ഞാനികൾ എപ്പോഴും ആത്മബോധത്തിന്റെ വഴി തിരഞ്ഞെടുത്ത് ശരിയായിട്ടുള്ള, ഒരിക്കലും പുനർജന്മമില്ലാത്ത ആ ഒരു ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന തരത്തിലുള്ള ആ ആത്മജ്ഞാനം നേടും. അവര് ആ വഴിയിലേ പോവുള്ളൂ. ഈശ്വരനെ അറിയുവാനായിട്ട് ആണ് ജ്ഞാനികൾ എപ്പോഴും ശ്രമിക്കുകയുള്ളൂ, ആ വഴിയിലേ പോവുകയുള്ളൂ. ആ ഒരു വഴിക്ക് മാത്രമാണ് പുനർജന്മത്തെ ഇല്ലാതാക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെങ്ങനെയാണ്? ലൗകിക സുഖങ്ങളിൽ, നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രലോഭനങ്ങളിൽ, ഈ സുഖ ലോലുപതയിലെല്ലാം മുഴുകി എങ്ങനെയാണ് ഉപമിക്കുന്നതെന്ന് അറിയാമോ യമദേവൻ? ഈ തീ കാണുമ്പോൾ അതിനോട് ആകർഷണം തോന്നിയിട്ട് അതിൽ വന്ന് വീഴുന്ന പ്രാണികൾ, അവർക്കെന്താ സംഭവിക്കുക? അവരതിൽ എരിഞ്ഞില്ലാതാവുകയാണ്. അപ്പോൾ അതുപോലെയാണ് ഈ ലൗകികതയിൽ അല്ലെങ്കിൽ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പായുന്ന മനുഷ്യരെ യമദേവൻ ഉപമിക്കുന്നത്. അവരുടെ ആ ആഗ്രഹങ്ങൾ ഒരിക്കലും അണയുകയുമില്ല. അവരിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ആദ്യം ഒരു ജോലി, പിന്നെ ഒരു വീട്, അത് കഴിയുമ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ. അവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോന്നിന് പുറകെ ഓരോന്നായിട്ട് അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മായാദേവി ഇങ്ങനെ ഓരോന്ന് അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അതങ്ങനെ ചെറുപ്പം തൊട്ടേ അങ്ങനെ തുടങ്ങും. അങ്ങനെ അതിനനുസരിച്ച് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ അവസാനിക്കില്ല. ഇവിടെ തീരുമ്പോൾ, ഈ ജന്മം അവസാനിക്കുമ്പോൾ അവരടുത്ത ജന്മം എടുക്കും. അത് കഴിയുമ്പോൾ അവിടെ നിന്ന് തുടങ്ങും വീണ്ടും അവരുടെ ആഗ്രഹങ്ങളുടെ ആ ലിസ്റ്റുമായിട്ട് ഏതെങ്കിലുമൊക്കെ
ഓരോ ജന്മത്തിൽ അവർ കാണിച്ചു കൂട്ടുന്ന കർമ്മങ്ങൾക്കനുസൃതമായിട്ട് പട്ടിയോ പൂച്ചയോ പോത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നികൃഷ്ടമായ ജീവികളും മൃഗങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഓരോ ജന്മങ്ങൾ അങ്ങനെ കടന്നു പോകും. ഓരോ ജന്മത്തിലും വേദനകൾ അനുഭവിക്കും, ദുഷ്ടതകൾ ചെയ്യും, അങ്ങനെ അതിങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇതിന് ഒരു അവസാനം ഉണ്ടാവണമെങ്കിൽ അത് ഈശ്വരീയമായിട്ട് ആത്മജ്ഞാനത്തിലേക്ക്, ആത്മബോധത്തിലേക്ക് അറിയുവാനായിട്ട് പോവുക എന്നൊരു മാർഗം മാത്രമേ ഉള്ളൂ. ഓരോ ജന്മത്തിലും നമ്മൾ അറിയാതെ ദോഷകർമ്മങ്ങളും ചെയ്യും, നന്മകളും ചെയ്യും. അപ്പം ഇതിൻ്റെ എല്ലാം പ്രവർത്തികൾക്കനുസൃതമായിട്ട് കർമ്മങ്ങൾ അനുഭവിക്കുവാൻ വീണ്ടും നമ്മൾ ജനിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് ഒരു സൊല്യൂഷൻ, ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഭഗവാനെ അറിയുക എന്നത് മാത്രമാണ് എന്ന് യമദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ആ ശരീരം മാത്രമാണ് ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്നത്, ഇവിടെ നശിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ആ ശരീരത്തിനകത്തിരിക്കുന്ന ആ ആത്മചൈതന്യം, അതിന് ജീവൻ നൽകുന്ന ആത്മചൈതന്യം അത് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന, അനുയോജ്യമായ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതുപോലെ നമ്മൾ ഒരു മുഷിഞ്ഞ വസ്ത്രം ഊരി മാറ്റുന്നത് പോലെ ആ ജീർണിച്ച ശരീരത്തിനെ ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു ശരീരത്തിലേക്ക്, ഒരു പുതിയ വസ്ത്രം അണിയുന്നത് പോലെ പുതിയൊരു ശരീരത്തിലേക്ക് ആ ആത്മാവ് മാറുകയാണ് ചെയ്യുക. നചികേതസിന്റെ സംശയം തീരില്ല. ശരീരവും ആത്മാവും അപ്പോൾ ഒന്നല്ല അല്ലേ ദേവ എന്ന് ചോദിക്കും. അപ്പോൾ യമദേവൻ പറഞ്ഞു കൊടുക്കും, രഥത്തിലിരിക്കുന്ന യജമാനൻ എന്ന പോലെയാണ് ശരീരത്തിലുള്ള ആത്മാവ്. അപ്പോൾ വീണ്ടും നചികേതസ് ചോദിക്കുകയാണ്, ആത്മാവും ബുദ്ധിയും ഒന്നാണോ? യമദേവൻ പറയും, യജമാനനും തേരാളിയും ഇരിക്കുന്ന ഒരു കുതിരകളെ ബന്ധിച്ചിട്ടുള്ള ഒരു രഥം നീ സങ്കല്പിച്ച് നോക്കിക്കോളാനായിട്ട് പറയാണ്. അപ്പോൾ ആ രഥമാണ് നമ്മുടെ ശരീരം. ആ രഥത്തിന്റെ ഉടമസ്ഥനാണ് നമ്മുടെ ആത്മാവ്. രഥം തെളിക്കുന്ന തേരാളി ആരാണ്? അതാണ് ബുദ്ധി അല്ലെങ്കിൽ വിവേകം എന്ന് പറയുന്നത്. രഥത്തിൽ കെട്ടിയിരിക്കുന്ന ആ കുതിരകളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. കുതിരകളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണാണ് നമ്മുടെ മനസ്സ്. അപ്പൊ അതിന്റെ കണക്ഷൻ പോകുന്നതൊന്ന് നോക്കൂ. ഇന്ദ്രിയങ്ങൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ കടിഞ്ഞാണില്ലാതെ കുറെ കുതിരകൾ അങ്ങനെ പാഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം തെറ്റി അത് പല വഴിക്ക് പോകും. അതിലിരിക്കുന്ന ആൾക്ക് എന്ത് അപകടം വേണമെങ്കിലും സംഭവിക്കാം. വലിയ ആപത്തിലേക്ക് ചെന്ന് കടിഞ്ഞാണില്ലാതെ, ലക്ഷ്യമില്ലാതെ പായുന്ന കുതിരകളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വലിയ ആപത്തിലേക്ക് ചെന്ന് വീഴുക തന്നെ ചെയ്യും. അപ്പൊ എന്താ ചെയ്യുക? ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന കടിഞ്ഞാൺ ആക്കി മാറ്റണം നമ്മുടെ മനസ്സ്. ആ കടിഞ്ഞാണിന്റെ പൂർണ്ണ നിയന്ത്രണം നമ്മുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാവണം. നമുക്ക് ആ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിയായ ദിശയിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ആ നിയന്ത്രണം കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുക? അവിടെയാണ് ബുദ്ധിയും വിവേകവും നാം ഉപയോഗിക്കേണ്ടത്. വിവേകമില്ലാത്ത ഒരു മനുഷ്യന് ഒരിക്കലും മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുകയില്ല. വിവേകമില്ലാത്തവൻ എപ്പോഴും ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ടു പോകുന്ന ആ മായാവലയത്തിലേക്ക് ചെന്ന് പെട്ടുകൊണ്ടേയിരിക്കും. എല്ലാം സ്വയം മറന്ന് മായാവലയത്തിൽപ്പെട്ട് ആ ശരിയായ യജമാനന്റെ ആ ഒരു എന്താണ് പറയുന്നത് എന്ന് ശ്രവിക്കുവാനുള്ള ഒരു ബുദ്ധിശൂന്യമായിട്ടുള്ള പ്രവർത്തികളായിരിക്കും അവനിൽ നിന്നുണ്ടാവുക എപ്പോഴും. എന്താണ് പറയുന്നത്, യജമാനൻ എന്താണ് പറയുന്നത്, എന്ത് നിർദ്ദേശമാണ് നൽകുന്നതെന്ന് അവൻ ഒരിക്കലും തിരിച്ചറിയുവാനായിട്ട് സാധിക്കാതെ പോകും. യഥാർത്ഥത്തിലുള്ള ജീവിത ലക്ഷ്യം അങ്ങനെയുള്ളവൻ ഒരിക്കലും ഉണ്ടാവുകയില്ല. ശരിയായിട്ടുള്ള ആ യജമാനൻ, ആ പരമാത്മ ചൈതന്യത്തെ തിരിച്ചറിയണമെങ്കിൽ വിവേകവും ബുദ്ധിയും കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക തന്നെ വേണം. എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് വിവേകപൂർവം ആ ആത്മചൈതന്യത്തെ, ശാശ്വതമായിട്ടുള്ള ആ ഈശ്വര ചൈതന്യത്തെ, നമ്മുടെ എല്ലാം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ആ ഭഗവാന്റെ ആഗ്രഹത്തിനനുസരിച്ച് മുൻപോട്ട് നീങ്ങുന്നവൻ മാത്രമാണ് ഈ പുനർജന്മത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഈ ജനന മരണ ദുഃഖത്തിൽ നിന്നും മോചിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് യമദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ബ്രഹ്മത്തിൽ ലയിക്കണമെങ്കിൽ, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എല്ലാ ആഗ്രഹങ്ങളെയും വെടിഞ്ഞ് ഭഗവാനെ അറിയുക. ഭഗവാനിൽ മാത്രം മനസ്സ് ഉറപ്പിക്കുന്നവന് മാത്രമാണ്
ഈ ജരാനരകളിൽ നിന്നും ഈ ജനന മരണ ദുഃഖത്തിൽ നിന്നും മോചിതരാവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ യമദേവനിൽ നിന്ന് താൻ ആഗ്രഹിച്ചതുപോലെ എല്ലാ സത്യങ്ങളും പൂർണ്ണമായിട്ടും അറിഞ്ഞ് യമദേവൻ്റെ ആ അനുഗ്രഹവും നേടി നചികേതസ് അവിടെ നിന്ന് യമലോകത്ത് നിന്നും സന്തോഷപൂർവ്വം തിരിച്ചെത്തുകയും നചികേതസിൻ്റെ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ മകനെ തിരിച്ചു കിട്ടിയ ആനന്ദത്തോടു കൂടി അവനെ സ്വീകരിക്കും. അതുപോലെ പിന്നീടുള്ള കാലം നചികേതസ് സന്തോഷത്തോടെ അവൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛനെ അനുസരിച്ച് താൻ നേടിയെടുത്ത അറിവുകളെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് പൂർണ്ണമായിട്ടും ഈശ്വര സ്മരണയോടുകൂടി ആ ചൈതന്യത്തെ തന്നെ തിരിച്ചറിഞ്ഞ് തൻ്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് ശരിയായ ദിശയിലേക്ക് തൻ്റെ ആ മനസ്സിനെ കൊണ്ടുപോയി ജീവിച്ചു എന്നാണ് പറയുന്നത് നചികേതസ്. എത്ര മനോഹരമായ കഥയാണ്, എത്ര വലിയ തത്വത്തെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്നത്. ഈ നേടിയ അറിവുകളെല്ലാം ജീവിതത്തിൽ പകർത്തുവാനായിട്ട് പൂർണ്ണമായിട്ടും ഈശ്വര സ്മരണയോടുകൂടി ഓരോരുത്തർക്കും ഇരിക്കാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ രാമ രാമ